നാട്ടിൽ നിന്ന് കൊടുന്ന മത്തൻ്റെല കണ്ട ഇതെങ്ങനെ നമ്മൾ നല്ല താളിക്കാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? സുഖമല്ല? തണുപ്പായി, എല്ലാരും ശ്രദ്ധിക്കുക. ചുണ്ടും മഞ്ഞ് വാസീനോ ഇപ്പൊ എന്തെങ്കിലും തേക്കണം. ചുണ്ടാകെ പൊട്ട തുടങ്ങി. ഇവിടെ നല്ല തണുപ്പാകൽ തുടങ്ങി കേട്ടോ. അപ്പോ ഞാനിന്ന് കാണിക്കുന്നത് നമ്മളെ നാട്ടിൽ നിന്ന് കൊടുന്ന മത്തന്റെ ഇല താളിപ്പാണ് കേട്ടോ. അപ്പൊ ആരോ 2-3 ആൾ വെച്ച് താത്ത മുരിങ്ങന്റെ ഇല താളിപ്പ് കിട്ടുമെന്ന്. മുരിങ്ങന്റെ ഇലയും മത്തന്റെ ഇല എല്ലാം ഒരേപോലെയാണ്. പക്ഷെ ആരും പച്ചവെള്ള ചൂടുള്ള ഉപയോഗിക്കരുത്, കഞ്ഞിവെള്ളമാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. അത് ശ്രദ്ധിക്കുക, അപ്പോഴാണ് അതിന്റെ ആ രുചി വരിക. അപ്പൊ തന്നെ ഞാൻ കഞ്ഞിവെള്ളം ചോറ് ഊറ്റി എടുത്തു വെച്ചിന്. ഇതാ എന്റെ ഉമ്മ കൊടുത്തു വെച്ച മത്തന്റെ ഇല. സങ്കടല്ലേ? അപ്പൊ മത്തന്റെ ഇല നന്നായിട്ട് വെള്ളത്തിലിട്ടിട്ട്, അപ്പൊ നമ്മളെ നാട്ടിലല്ലേ ഈ പറമ്പിന്റെ സൈഡിൽ കൂടെ എല്ലാം പറന്നുണ്ട്. അപ്പൊ നന്നായിട്ട് എന്താക്കണം നിങ്ങള്, നന്നായിട്ട് വെള്ളത്തിലിട്ട് വെച്ച് നല്ല ഓട്ടപാത്രത്തിലിട്ടിട്ടും കഴുകണം, അല്ലെങ്കിൽ മണല് പോകൂല. അതുകൊണ്ടേട്ടാ. അപ്പൊ ഞാനിന്ന് മത്തന്റെ ഇല താളിപ്പും നാട്ടിൽ നിന്ന് പറഞ്ഞ ബീഫും ഇത്താത്താന്റെ കാന്താരി മുളകും കൂട്ടിയിട്ടാണ് ചോറ് കഴിക്കാൻ പോകുന്നത്. അനിയത്തിന്റെ അച്ചാറും. അപ്പൊ നമുക്ക് എങ്ങനെ താളിക്കാന്ന് ഞാൻ കാണിച്ചു തരാം. ചട്ടിയിലാണ് താളിക്കുന്നത്. ചട്ടി വെച്ച് ഇപ്പൊ എല്ലാരും സുഖല്ലേ? എല്ലാരും സുഖമായിട്ടിരിക്കട്ടെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാരും ഒന്ന് കമന്റ് ചെയ്യോ. സുഖാണോ? പണിയെല്ലാം ഉണ്ടോ? പിന്നെ എല്ലാരും സുഖമായിട്ടിരിക്കണോ? നാട്ടില് മഴ ഉണ്ടോ? അപ്പൊ അതെല്ലാം പറയൂ. അപ്പൊ നന്നായിട്ട് ചട്ടി ഒന്ന് ചൂടായി വേണ്ട. ഇതാ പണി കഴിഞ്ഞ് വന്ന് കുളിച്ച് തോർത്തോരിയിട്ടില്ല കേട്ടോ. ഇപ്പൊ തണുപ്പായോണ്ട് മുടിയെല്ലാം ഉണങ്ങാൻ കുറച്ച് എന്താണ്. അപ്പൊ എങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഞാൻ വെച്ച് ഇത് ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് കാണിക്കാണ്. അപ്പൊ വെളിച്ചെണ്ണ വേണ്ട കേട്ടാ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ അധികം വെളിച്ചെണ്ണയാണ് താളിപ്പിനെല്ലാം വെളിച്ചെണ്ണ തന്നെ നല്ല കേട്ടോ. 1 സ്പൂണ് വെളിച്ചെണ്ണ. അത് നന്നായിട്ട് ചൂടാവട്ടെ, എന്നിട്ട് കാണിക്കേട്ടാ. അപ്പൊ നമുക്ക് അതിന് വേണ്ടത് ഞാനിതാ കാന്താരി മുളക് എടുത്തിന്, ചെറിയുള്ളി. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി എടുക്കാം കേട്ടോ. വെളുത്തുള്ളി ഇട്ടാലും ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടില്ല. ഒരു പോങ്ങ വെളുത്തുള്ളി ഇടുമ്പോ നല്ലതാ. ഇപ്പൊ വെളുത്തുള്ളി. ഇപ്പൊ ചട്ടി നന്നായിട്ട് ചൂട്. ഇപ്പൊ ഉമ്മ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉമ്മ എന്റെ കൂടെയാണ് കേട്ടോ. ഇപ്പൊ മോളുണ്ട് ഉമ്മാന്റെ കൂടെ. ഉമ്മ നമ്മളെ വീട്ടിൽ തന്നെ. മോളുണ്ട്. മോള് പ്രസവിച്ചിട്ട് ഓൻ്റെ കൂടെ പോയിട്ട് ഇങ്ങോട്ട് തന്നെ വന്നത്. എന്താന്ന് പറഞ്ഞാല് ഉമ്മാക്ക് ഇടക്ക് ശ്വാസം മുട്ടലും ചുമയും. പിന്നെ അത് മാറുകയേ ഇല്ല. അപ്പൊ ഇപ്പൊ ഉമ്മാനെ മോളെ അവിടെ നിർത്തിയിട്ട് ഞാൻ വന്നതാണ്. അപ്പൊ നമ്മള് ഇത് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടോ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ഈ മത്തന്റെ ഇല കത്തിയോണ്ട് ഒരിക്കലും അരിയരുത് കേട്ടോ. ഇങ്ങനെ കൈ കൊണ്ട് വേണം പിച്ചിടാൻ. അതാണ് അതിന്റെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ കത്തിയോണ്ട് അരിയരുത്. ഉപ്പേരി എല്ലാം വെക്കണമെങ്കിൽ കത്തിയോണ്ട് കുഞ്ഞായി ഇതാക്കിയിട്ട് നമ്മള് സാധാരണ ഉപ്പേരി വെക്കും പോലെ തേങ്ങ എല്ലാം ഒതുക്കിയിട്ട് വെക്കണം. ഇത് നന്നായിട്ട് വാടി. ഇനി നമുക്ക് ഇതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് കഞ്ഞിവെള്ളം. ഇനി നമ്മൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഇതേപോലെ തന്നെ ഉണ്ടാക്കിക്കോളൂ കേട്ടോ. മത്തന്റെ ഇല, ചീരന്റെ ഇല, പിന്നെ മുരിങ്ങന്റെ ഇല, ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ്. പക്ഷെ കഞ്ഞിവെള്ളം ആണെന്നുള്ളൂ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് തളിച്ചിട്ട് മാത്രം മത്തന്റെ ഇല ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മളെ ഇത് കഞ്ഞിവെള്ളം നല്ല തിളച്ച് ഇനി നമുക്ക് ഇതിലേക്ക് മത്തന്റെ ഇല ഇട്ട് കൊടുക്കുക. മത്തന്റെ ഇല ഇങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത്. നമ്മള് കത്തിയോണ്ട് അരിയേ വേണ്ട. കൈ കൊണ്ട് ഇങ്ങനെ നല്ല പുഴുവെല്ലാം ഉണ്ടോ നോക്കണം. ഒന്നാമത് നാട്ടിൽ നിന്ന് കൊടുന്ന ഒന്നും കളയണ്ട കേട്ടോ. അതൊക്കെ മാറ്റി വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ.
ഈ കഞ്ഞിവെള്ളം തന്നെ മതി ചോറുണ്ണാൻ. ഇത് നല്ല രസമായി ചോറിൽ ഒഴിച്ച് കഴിക്കാൻ കേട്ടോ. നമ്മളൊന്ന് അമർത്തി കൊടുക്ക. വെള്ളം ഇത് മതി കേട്ടോ. നന്നായിട്ട് വേവിച്ചെടുക്കും. ഒന്ന് വെന്ത് വരട്ടെ. അപ്പൊ ഇത് വെള്ളം ഇറങ്ങും. കണ്ടല്ലോ. അപ്പൊ നമുക്ക് ചോറിന്റെ കൊണ്ട് മൂടി വെക്കട്ടെ. ഇത് ചോറ് മൂടി. അപ്പൊ നന്നായിട്ട് ഇത് വേവട്ടെ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല തിളച്ചിട്ടാ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പുണ്ടാ നോക്കട്ടെ. കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് വേണം നിങ്ങൾ ഉപ്പ് നോക്കാൻ കേട്ടോ. കൂടിപ്പോണ്ട. കൂടിപ്പോയ അതിന്റെ മത്തന്റെ ഇതേ പോയി പോവും. നന്നായിട്ട് വേണം. ഇനി വെന്തിട്ട് കാണിക്കാട്ടാ. അപ്പൊ ആ സമയം കൊണ്ട് ഞമ്മക്ക് നമ്മളെ ഉമ്മാലൊലി കൊടുത്തുവെച്ച കുഞ്ഞുമത്തി ഒന്ന് ചൂടാക്കട്ടോ. നുള്ളു വെളിച്ചെണ്ണ ആക്കി വെച്ചതിന് ഒരു സ്പൂൺ പോലും ഇല്ല കേട്ടാ. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചതല്ല ചൂടാക്കി. എല്ലാം തീക്ക് ഇട്ട് കൊടുക്ക. നമ്മളെ വാഴന്റെ ഇലയിലെല്ലാം കൊടുത്തു വെക്ക. ചെറുങ്ങനെ ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ. മൊരിയൊന്നും വേണ്ട. ഇപ്പൊ കണ്ടല്ലോ നമ്മളെ മത്തന്റെ ഇവിടെ ആയിന്. നല്ല മത്തന്റെ താളിച്ചത് ഇവിടെ ആയിന്. നമ്മളെ മത്തന്റെ ഓഫാക്കാൻ പോവുകയാണ് കേട്ടോ. മൂടി വെച്ച് പിന്നെ നമ്മളെ കുഞ്ഞമത്തി ഇതാ ചൂടാക്കിയിട്ടുണ്ട്. ഇന്നത്തെ കണ്ടല്ലോ. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. കഞ്ഞിവെള്ളത്തില് മത്തന്റെ താളിച്ചതും നാട്ടിൽ നിന്ന് കൊടുന്ന കുഞ്ഞമത്തിയും പിന്നെ അച്ചാറും, അനിയത്തി കൊടുത്തയച്ച അച്ചാറും, ഇത്താത്ത കൊടുത്തയച്ച അച്ചാറും ഉണ്ട് കേട്ടോ. അച്ചാറും പിന്നെ താത്താന്റെ കാന്താരിമുളക് കണ്ടല്ലോ അതും കൂടിയാണ് ഇന്നത്തെ ഫുഡ്. അപ്പോൾ ഈ മത്തന്റെ താളിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ ആരും ലൈക്ക് അടിക്കാതെ കാണരുത്. പ്ലീസ് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് എന്നും വീഡിയോ ഇടാൻ തോന്നുന്നത്. അപ്പോൾ പ്ലീസ് ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഒന്ന് ലിങ്ക് അയച്ചു കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഓക്കെ, ബൈ ബൈ.